you want to have a life with Jesus, we need to refine our thoughts. കാരണം തോട്ട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ പബ്ലിക്കിന് വ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഹാവ് എനി കൈൻഡ് ഓഫ് തോട്ട്. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഡെഡിക്കേഷൻ ടൈം ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പറയും ഐ ഡെഡിക്കേറ്റ് മൈ ഹാർട്ട്, മൈ ലൈഫ്. ഇറ്റ് ഈസ് വെരി ഈസി ടു സേ ദാറ്റ്. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുക്കും. പക്ഷെ ഞാൻ എൻ്റെ കൈ കൊടുക്കുമോ, എൻ്റെ കണ്ണ് കൊടുക്കുമോ, എൻ്റെ ചെവി കൊടുക്കുമോ? ബിക്കോസ് ദീസ് ആർ ദി areas through which your thoughts come out. അല്ലേ? എൻ്റെ ഫിംഗർ ടിപ്സിലാണ് ഞാൻ ഏത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ എന്ത് വ്യൂ ചെയ്യണം, എന്ത് ഷെയർ ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ഫിംഗർ ടിപ്സിലാണ്. ആൻഡ് ഐ ഹാവ് നോട്ട് ഡെഡിക്കേറ്റഡ് മൈ ഫിംഗർ ടിപ്സ് ടു ക്രൈസ്റ്റ്, ബട്ട് ഐ ഹാവ് ഗിവൺ മൈ ഹാർട്ട്. ഇറ്റ് ഇസ് വെരി ഈസി ടു സേ ദാറ്റ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ തോട്ട്സ് എപ്പോഴൊക്കെ ആക്ഷൻസ് ആകും എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. സംടൈംസ് ഈവൻ വി ഡോണ്ട് നോ വെൻ ദിസ് ഇസ് ഗോയിങ് ടു ആക്ട്. അതുകൊണ്ട് നമ്മുടെ തോട്ട്സിനെ റിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു ചേഞ്ച് നമുക്ക് പോസിബിൾ ആണ്. തോട്ട്സ് എന്ന് പറയുമ്പോൾ അത് ഏത് കൈൻഡ് ഓഫ് തോട്ട്സ് ആണെങ്കിലും, ഈവൻ തോട്ട്സ് റിലേറ്റഡ് ടു യുവർ ഫെയ്ത്ത്. നമുക്കിപ്പോൾ സ്പിരിച്വലി വളരണം എന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കും. Jesus is my savior, okay, well I have accepted it. But beyond that, Jesus has not come into my life. But in order to grow spiritually, I must change the way I am looking at things. I must change the way I am looking at circumstances in my life. ഞാൻ ഭയങ്കര ചലഞ്ചിങ് ആണെന്ന് കാണുന്ന പല കാര്യങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നതാണെന്ന് കാണാനുള്ള കണ്ണ് എനിക്കില്ലെങ്കിൽ, I will not be able to see Jesus there. You know, certain people around me, very hard to deal with them, very hard to get along with them. I fail to see that those people have been sent by Jesus in my life so that I can learn more tolerance, more patience. അതിനുവേണ്ടി കർത്താവ് എനിക്ക് തന്ന to have a divine perspective to everything in your life. നമ്മുടെ തോട്ട്സിനെ ഒന്ന് റിഫൈൻ ചെയ്യേണ്ടത് ആവശ്യം. പ്രധാനമായിട്ട് to have a sense of purpose. Why am I here? ഞാൻ ആദ്യമേ ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ, what are your expectations from the camp? ഞാൻ അതിനോട് ചേർന്ന് ചോദിക്കുകയാണ്, why are you here today? എനിക്ക് പേഴ്സണലി എന്തെങ്കിലും പഠിക്കാൻ പറ്റണം, എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പം എൻ്റെ ഒരു ദിവസം വെറുതെ പോയി എന്ന് പറയാനല്ല, മറിച്ച് there is a purpose for which God wanted me to be here. നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ കുറിച്ച് അങ്ങനെയാണ് ദൈവത്തിന്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഗോവയിലെ ഇവിടുത്തെ 4 പള്ളികളിലെ 2 അച്ഛന്മാരെ സഭ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈ ആർ ദേ ഹിയർ ഡ്യൂറിങ് ദിസ് ടൈം? ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ആ അച്ഛന്മാർ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് ഞാൻ ഇന്ന ചർച്ചിന്റെ മെമ്പർ ആയത്? അല്ലെ, എത്രയോ ചർച്ചസ്, മാർത്തോമ സഭയിൽ എന്തോരം ചർച്ചസ് ഉണ്ടായിരുന്നു. വൈ am I in this church? Why were I born to these set of parents? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സിബ്ലിങ്സിനെ തന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത്? ഇതിനെല്ലാത്തിനും there is a sense of purpose. എന്തിനാണ് ഞാൻ ഇന്ന ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു വന്നത്? Why did God bring me here? എല്ലാത്തിനും there is a purpose. ഇപ്പോൾ ഒരുപക്ഷെ ജിനുവച്ചൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു ഈ ക്യാമ്പിന് വേണ്ടി. God has got a much different purpose about me being here. അച്ഛൻ അറിയാത്ത, എനിക്കറിയാത്ത ഒരു പേർപ്പസ് ഗോഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതെ, എനിക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, അനീഷനും അറിയത്തില്ല, ഇതിന്റെ ക്യാമ്പിന്റെ ഓർഗനൈസേഴ്സിന് ആർക്കും അറിയത്തില്ല. But God is fulfilling that purpose. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസത്തിനും there is a purpose.